ജീവനക്കാരുടെ വിദ്യാഭ്യാസ കുറവ് കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ചാൻസലർ മല്ലിക സാരാഭായിയുടെ പരാമർശത്തെ തള്ളി വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ. കലാമണ്ഡലം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കലാസ്ഥാപനമാണ്. കലാമണ്ഡലത്തിലെ നിയമനങ്ങൾ നടന്നത് സുതാര്യമായിട്ടാണ്. നിയമനങ്ങളിൽ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് തന്റെ 2 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ കഴിയും. ഏറ്റവും മികച്ച രീതിയിൽ കല കൈകാര്യം ചെയ്യുന്നവരാണ് കലാമണ്ഡലത്തിലെ അധ്യാപകരെന്നും വൈസ് ചാൻസലർ. കലാമണ്ഡലം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും നല്ലൊരു കലാസ്ഥാപനം തന്നെയാണ്. അതോടൊപ്പം തന്നെ കലാമണ്ഡലം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സുതാര്യമായ ഒരു അപ്പോയിൻമെന്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്നും കലാമണ്ഡലത്തിന് ഒരു ആഗോള തലത്തിലൊരു സ്ഥാനമുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, കലാമണ്ഡലത്തിലെ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച് അവരുടെ പരിചയക്കുറവ്, ഈ കലയിലുള്ള പരിചയക്കുറവ് സംബന്ധിച്ചൊക്കെയായിരുന്നു ചാൻസലർ മല്ലിക സാരാഭായിയുടെ പ്രസ്താവന, പരാമർശമൊക്കെ ഉണ്ടായത്. അത് പൂർണ്ണമായും തള്ളുകയാണോ വൈസ് ചാൻസലർ? കലാമണ്ഡലത്തിലെ ജീവനക്കാരുടെ പ്രാപ്തിയെക്കുറിച്ചായിരുന്നു പ്രധാനമായും മല്ലിക സാരാഭായി പ്രതികരിച്ചിരുന്നത്. അവർക്ക് രജിസ്ട്രാറും VCയും അല്ലാതെയുള്ള ജീവനക്കാർക്ക് എഴുതാൻ പോലും, ഇംഗ്ലീഷിൽ മെയിൽ അയക്കാൻ പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിയമനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നത് കലാമണ്ഡലത്തിന്റെ പ്രവൃത്തിയെ ബാധിക്കുന്നു, ഇത് ശരിയല്ല എന്ന തരത്തിലാണ് മല്ലിക സാരാഭായി പ്രതികരിച്ചത്. നമുക്കറിയാവുന്ന പോലെ 2022 ആരിഫ് മുഹമ്മദ് ഖാനുമായി ഒരു സംഘടന വന്നപ്പോൾ അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയാണ് മല്ലിക സാരാഭായിയെ ഇടത് സർക്കാർ ചാൻസലറായി നിയമിച്ചത്. അത്തരത്തിൽ നിയമിക്കപ്പെട്ട ഒരാൾ തന്നെ സർക്കാരിന്റെ രാഷ്ട്രീയ നിയമനത്തിനെതിരെ പറഞ്ഞത് CPM-നെ വെട്ടിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വൈസ് ചാൻസലർ അനന്തകൃഷ്ണൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന തരത്തിലൊരു പ്രശ്നം കലാമണ്ഡലത്തിന് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കലാസ്ഥാപനമാണിത്. ഇത്രയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനം ഉണ്ടോ എന്ന കാര്യം തനിക്ക് സംശയമാണെന്നും അദ്ദേഹം പറയുന്നു. പഠനത്തിന്റെ കാര്യത്തിലും പ്രവർത്തനത്തിന്റെ കാര്യത്തിലും കലാമണ്ഡലത്തിന് വലിയ മികവാണുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നിയമനങ്ങൾ സുതാര്യമാണെന്നും ജീവനക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പ്രശംസയ്ക്ക് അർഹമാണെന്നും അദ്ദേഹം പറയുന്നു. ഒരർത്ഥത്തിൽ ചാൻസലർ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ തള്ളുകയാണ് VC എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് ചാൻസലർ പറയുമ്പോൾ അങ്ങനെയില്ല, എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് VC പറയുന്നു. എന്തായാലും ചാൻസലറുടെ വാക്കുകൾ സർക്കാരിനെ ഏറെ വെട്ടിലാക്കുമ്പോൾ ഒരർത്ഥത്തിൽ സർക്കാരിന് വേണ്ടി സംസാരിക്കുകയാണ് VC എന്നും പറയാം. എന്തായാലും ഇപ്പോഴും ഇതിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇക്കാര്യത്തിൽ CPM ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളൊരു വാദമാണ് ചാൻസലർക്കെതിരെ VC പുറപ്പെടുത്തുന്നത്. ജീവനക്കാർക്ക് വിദ്യാഭ്യാസക്കുറവുണ്ട് എന്ന പരാമർശം തള്ളുകയാണ്. അതുപോലെ തന്നെ നിയമനങ്ങളെല്ലാം സുതാര്യമായിട്ടാണ് കേരള കലാമണ്ഡലത്തിൽ നടക്കുന്നത് എന്നാണ് വൈസ് ചാൻസലറുടെ പ്രതികരണം. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.